ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടി ഭാഗമായ 2 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു രാഷ്ട്രീയ സിനിമയായ യാത്ര 2 എന്ന സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആണ്. ഇന്നലെ എല്ലാം തന്നെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ, പ്രേക്ഷകരോട് സൂചിപ്പിച്ചതുപോലെ യാത്ര 2 എന്ന സിനിമ വെറും ദുരന്തത്തിലേക്കല്ല വൻ ദുരന്തത്തിലേക്ക് പോകുന്നു എന്നാണ് തെലുഗു ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും ആദ്യ ദിവസം 1,67,00,000 സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തതെങ്കിൽ രണ്ടാം ദിവസം സിനിമയ്ക്ക് ഇന്നലെ വെള്ളിയാഴ്ച 65 ലക്ഷം രൂപ മാത്രമാണ് ഗ്രോസ് കളക്ഷൻ. തെലുഗു രാഷ്ട്രീയം പറഞ്ഞ സിനിമയുടെ തെലുഗു സംസ്ഥാനങ്ങളിലെ കളക്ഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നത്. 2,30,00,000 മുകളിൽ 2 ദിവസങ്ങൾ കൊണ്ട് ആന്ധ്രാപ്രദേശ്, തെലങ്കാന കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ലോകമെമ്പാട് നിന്നും വെറും 2 ദിവസങ്ങൾ കൊണ്ട് 4 കോടിയിലേക്ക് മാത്രമേ ഗ്രോസ് കളക്ഷൻ എത്തിയിട്ടുള്ളൂ. ജീവനായകനെ എത്തിയ മമ്മൂട്ടി വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമ 2 ദിവസങ്ങൾ കൊണ്ടുള്ള കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ തന്നെ വൻ ദുരന്തം ഉറപ്പാക്കിയിരിക്കുകയാണ്. 40 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് യാത്ര 2. ഇന്നാണല്ലോ മോളിവുഡിൽ നിന്നും ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ ഹൊറർ ത്രില്ലർ സിനിമയുടെ ട്രെയിലർ പുറത്തു വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു മലയാളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നൊരു പ്രത്യേകതയുള്ള ഭ്രമയുഗം എന്ന സിനിമ രാഹുൽ സദാശിവം സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി, അർജുന അശോകൻ, അമൽ ഡാലിസ്, ഒപ്പം തന്നെ സിദ്ധാർത്ഥ ഭരതൻ തുടങ്ങിയവർക്ക് പ്രധാന റോളുകളിലെത്തുന്ന സിനിമയാണ്. ട്രെയിലർ ലോഞ്ചോടെ ഫെബ്രുവരി 15 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ അവസാനഘട്ട പ്രൊമോഷനിലേക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർ കടക്കുകയാണ്. വിദേശത്ത് വെച്ച് അബുദാബിയിൽ വെച്ചാണ് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. UAE സമയം രാത്രി 7 മണിക്കും ഇന്ത്യൻ സമയം രാത്രി 8:30 ട്രെയിലർ ലോഞ്ച് നടക്കുക. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ വിദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ പുറത്തുവന്ന ടീസറിനേക്കാൾ കൂടുതൽ എഫക്റ്റുള്ള, കൂടുതൽ ഡയലോഗ്സ് ഉള്ള, അതോടൊപ്പം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മികവെല്ലാം തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ട്രെയിലറാണ് രാത്രിയോടെ നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ട്രെയിലറിന്റെ റിലീസിനായിട്ട്, ഓൺലൈൻ റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഭ്രമയുഗം വാർത്തകൾക്കായിട്ട് കാത്തിരിക്കൂ.